ഇന്ന് ഞാനേ നല്ലൊരു നീല വഴുതനങ്ങ കൊണ്ടൊരു കറി ഉണ്ടാക്കി. ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിക്കോ ദോശയ്ക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കുമ്പോൾ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അടിപൊളി കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. കുരുമുളക്, വറ്റൽമുളക്, ജീരകം, പെരുംജീരകം എല്ലാം ചേർത്ത് അരച്ചതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. വരൂ. ആദ്യം വെളിച്ചെണ്ണ ചൂടായിട്ട് ജീരകം, പെരുംജീരകം, ഒരു 2-3 വറ്റൽമുളക്, ഒരു 1/2 സ്പൂണോളം കുരുമുളക് എല്ലാം കൂടി ചേർത്ത് വറുത്തെടുക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റാം. പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ചേർക്കാം. അപ്പോൾ സവാളയ്ക്ക് പകരം വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് തക്കാളിക്ക് നന്നായിട്ട് വേകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നൈസായിട്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഈ നീല വഴുതനങ്ങ കേട്ടോ എടുത്ത് വെച്ചേക്കണം. ഒരു 3 വലിയ വഴുതനങ്ങ ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതേ ചീഞ്ചട്ടിയിൽ തന്നെ കടുക്, ഉലുവ, വറ്റൽമുളക് വറുത്ത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും സവാളയൊക്കെ കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഏകദേശം അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കറിയാമല്ലോ. ഇനി അതിലേക്ക് ആ വഴുതനങ്ങയും കൂടി ചേർക്കാം. ഇനി വഴുതനങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴുതനങ്ങ ഒന്ന് വെന്ത് വരുന്നത് വരെ, അതായത് എണ്ണയിൽ തന്നെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അടച്ച് വെച്ചൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 3-4 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഏകദേശം 3-4 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇത് നന്നായിട്ട് കണ്ടില്ല, എണ്ണയിൽ തന്നെ നന്നായിട്ട് പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആ അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ പുളിയുടെ പച്ചമണം ഒക്കെ മാറണം. പിന്നെ ആ മസാലയൊക്കെ വഴുതനങ്ങയിൽ പിടിച്ച് കിട്ടണ്ടേ, അതിന് വേണ്ടി കുറച്ച് നേരം അടച്ചു വെച്ച് തന്നെ 3-4 മിനിറ്റ് നേരം തിളപ്പിക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ കൊണ്ടുള്ള കറി റെഡിയായി കഴിഞ്ഞു. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം കേട്ടോ. ചോറുണ്ണാറാകുമ്പോൾ തുറന്നാൽ മതിയാവും. അപ്പോൾ ഇനി ചോറുണ്ണാല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വഴുതനങ്ങ കറി കൂട്ടി ഞാൻ ചോറുണ്ണാൻ പോവുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കൂ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റാ.